ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ആനുകാലികം, അതായത് നമ്മുടെ കറണ്ട് അഫെയർസ് സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023-24 വർഷങ്ങളിലെ PSC നടത്തിയ എല്ലാ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും എന്ന വീഡിയോയുടെ പാർട്ട് 3 ആണ്. പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് 50 ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 51ാമത്തെ ക്വസ്റ്റ്യനാണ്. 2023 180-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ. 180-ാം വാർഷികമാണ്. അത് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതേപോലെ തന്നെ 180-ാം ജന്മവാർഷികം ആഘോഷിച്ച മറ്റൊരാളും കൂടിയുണ്ട്. ആരാണത്? നമ്മുടെ കുമാരനാശാൻ. കുമാരനാശാൻ്റെ 180-ാം ജന്മവാർഷികവുമായിരുന്നു. അതേപോലെ 2019 ഒരു 180-ാം വാർഷികം ആഘോഷിച്ചു. എന്തിൻ്റേതാണ്? ആവർത്തന പട്ടികയുടെ. നമ്മുടെ ആവർത്തന പട്ടികയുടെ 180-ാം വാർഷികം. അതായത് നമുക്കറിയാം 1869 ഫെബ്രുവരി 17-നാണ് നമ്മുടെ മെൻ്റലീവ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ആവർത്തന പട്ടിക തയ്യാറാക്കുന്നത്. അതിൻ്റെ 180-ാം വാർഷികമായിരുന്നു എന്ന് 2019. അതേപോലെ തന്നെ 2019 മറ്റൊരു 180-ാം വാർഷികം കൂടിയുണ്ട്. അതേതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വ ദിനം. രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ 180-ാം വാർഷികമായിരുന്നു. ഏത് വർഷം? 2024. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ 180-ാം വാർഷികമായിരുന്നു 2024. ഇനി അതേപോലെ തന്നെ 2023 2023 വാർഷികം ആചരിച്ചിട്ടുണ്ടായിരുന്നു. 250-ാം വാർഷികം. 250-ാം വാർഷികം ആചരിച്ചു. എന്തിൻ്റേതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ലോക ചരിത്രത്തിൽ നമുക്ക് അമേരിക്കൻ വിപ്ലവം പഠിക്കാനുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 1773 ഡിസംബർ 16 നടന്നതാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഈ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ 250-ാം വാർഷികമായിരുന്നു 2023. അതേപോലെ മറ്റൊന്നാണ് 2024 ജനുവരിയിൽ എന്ത് നടന്നു? കുണ്ടറ വിളംബരത്തിൻ്റെ എത്രാം വാർഷികമായിരിക്കും? നമുക്കറിയാം 1809 കുണ്ടറ വിളംബരം നടന്നത്. അതിൻ്റെ 215-ാം വാർഷികം നടന്നതെന്നാണ് 2024 ജനുവരിയിലാണ്. അതേപോലെ തന്നെ 2023 100-ാം വാർഷികം ആഘോഷിച്ച 2 പത്രങ്ങളുണ്ട്. 100-ാം വാർഷികം അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മാതൃഭൂമിയാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ 100-ാം വാർഷികമായിരുന്നു 2023. അതേപോലെ 2024 100-ാം വാർഷികം ആഘോഷിച്ചത് ഏതാണ്? നമ്മുടെ അൽ അമീൻ പത്രം 100-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മലബാർ കലാപത്തിൻ്റെ 100-ാം വാർഷികം 1921 മലബാർ കലാപം. അത് 2021 വന്നപ്പോഴേക്കും മലബാർ കലാപത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചു. അതേപോലെ കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം. കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം എന്നായിരുന്നു? ചരമവാർഷികം 2024 ജനുവരി 16 കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികം. കുമാരനാശാൻ്റെ 150-ാം ജന്മവാർഷികം നമ്മൾ എന്നായിരുന്നു? കുമാരനാശാൻ്റെ ജന്മവാർഷികം നമ്മൾ 2023 ആഘോഷിച്ചു. അതേപോലെ തന്നെ 100-ാം ചരമവാർഷികം എന്നാണ് 2024 ജനുവരി 16. ഓക്കെ, ഇങ്ങനെ കുറച്ച് വാർഷികങ്ങളുണ്ട്. അതിൽ കുണ്ടറ വിളംബരം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബോസ്റ്റൺ ടീ പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് എന്ത്? മിഷോങ് ആണ് ചുഴലിക്കാറ്റിന് കാരണമായത്, അല്ല വെള്ളപ്പൊക്കത്തിന് കാരണമായത്. നമുക്ക് നോക്കാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് 2023 നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറിലാണ് എന്ത് വരുന്നത്? മിഷോങ് വരുന്നത്, അല്ലേ? ഈ മിഷോങ് ഏത് കടലിലാണ്? ബംഗാൾ ഉൾക്കടലിലാണ് മിഷോങ് വന്നത്. ബംഗാൾ ഉൾക്കടലിൽ വന്നതാണ് മിഷോങ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, മിഷോങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശക്തി അഥവാ പിൻവാങ്ങൽ എന്നൊക്കെയാണ് മിഷോങ്ങിൻ്റെ അർത്ഥം. ഇത് ബാധിച്ചതെന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാടിനെയും അതേപോലെ ആന്ധ്രാപ്രദേശിനെയുമാണ് ബാധിച്ചത്. ഈ മിഷോങ് എന്ന പേര് നൽകിയതാരാണ്? മ്യാൻമറാണ്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മിഷോങ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയതാര്? അല്ലെങ്കിൽ മിഷോങ് എന്ന ചുഴലിക്കാറ്റിൻ്റെ അർത്ഥം എന്ത്? അല്ലെങ്കിൽ മിഷോങ് എവിടെയാണ്, ഏത് കടലിലാണ് ബാധിച്ചതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്തതാണ് 2023
നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ തന്നെ ബംഗാൾ ഓഷ്യൻ തന്നെ രൂപം കൊണ്ടതാണ് എന്ത് മിഥിലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയ മരം എന്നുള്ളതാണ് മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ബാധിച്ചത് എവിടെയാണ്? ബംഗ്ലാദേശിനെയാണ് ബാധിച്ചത്, ബംഗ്ലാദേശ്. ഇനി ആരാണ് പേര് നൽകിയത്? അത് മാലിദ്വീപാണ് പേര് നൽകിയത്, മാലിദ്വീപ്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഉള്ളത് 2023 ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ ഉണ്ടായതാണ് എന്ത്? അതും ഇതേപോലെ ബംഗാൾ ഓഷ്യനിൽ വന്നതാണ് ഹമൂൺ എന്ന ചുഴലിക്കാറ്റ്. ഹമൂൺ എന്ന ചുഴലിക്കാറ്റിൻ്റെ മീനിങ് എന്താണ്? അത് ചതുപ്പ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അത് ബാധിച്ചത് എവിടെയാണ്? അതും ബംഗ്ലാദേശിനെയാണ് ബാധിച്ചത്, ബംഗ്ലാദേശിനെ ബാധിച്ചതാണ്. അതിന് പേര് നൽകിയത് ആരാണ്? ഇറാനാണ് പേര് നൽകിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2023 ജൂണിൽ ഉണ്ടായിട്ടുണ്ട്. ജൂണിലുണ്ടായത് എവിടെയാണ്? അറേബ്യൻ ഓഷ്യനിലാണ്. 2023 ഒക്ടോബറിൽ തന്നെ അറേബ്യൻ ഓഷ്യനിൽ ഉണ്ടായതാണ് എന്ത്? തേജ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? തേജ്, വേഗത. അത് എവിടെയാണ്? യമനെയാണ് ബാധിച്ചത്, യമൻ. ആ പേര് നൽകിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് പേര് നൽകിയത്. ഓക്കെ, ഇനി എന്താണ്? 2023 ജൂണിൽ എവിടെയാണ്? അറേബ്യൻ ഓഷ്യനിൽ തന്നെയാണ്. അതിൻ്റെ പേരെന്തായിരുന്നു? ബിപ്പർജോയ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഒത്തിരി തവണ. ബിപ്പർജോയ് അതിൻ്റെ മീനിങ് എന്താണ്? ദുരന്തം എന്നുള്ളതാണ് ബിപ്പർജോയ്. അത് ബാധിച്ചത് നമ്മുടെ ഗുജറാത്തിനെ ബാധിച്ചതാണെന്ത്? ബിപ്പർജോയ്. അതിലെ പേര് നൽകിയത് ആരാണ്? നമ്മുടെ ബംഗ്ലാദേശാണ് പേര് നൽകിയത്, ബംഗ്ലാദേശ്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. 2023 മെയ്യിൽ എവിടെയാണ്? അത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലെ അതിൻ്റെ പേരെന്ന് പറയുന്നത് മോക്കയാണ്. മോക്ക അർത്ഥമല്ല, അതിൽ മോക്ക എന്ന് പറയുന്നത് ശരിക്കും യമനിലെ ഒരു പട്ടണമാണ് മോക്ക. സോ യമനിലെ പട്ടണത്തിൻ്റെ പേര് കൊടുക്കണമെങ്കിൽ ആരായിരിക്കും പേര് നൽകിയത്? അത് യമനായിരിക്കില്ലേ. ഇനി അത് എവിടേക്കാണ് ബാധിച്ചത്? അത് ബാധിച്ചതെന്ന് പറയുന്നത് ബംഗ്ലാദേശിനെയും മ്യാൻമറിനെയുമാണ് അത് ബാധിച്ചത്. ഈ ബിപ്പർജോയിൽ മറ്റൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ബിപ്പർജോയിൽ ബംഗ്ലാദേശിലെ മ്യാൻമറിലെ ഈ ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഇന്ത്യ നടത്തിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത്. അതായത് ഈ ബിപ്പർജോയ് ചുഴലിക്കാറ്റ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ദുരന്തത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2024 ഒരു ചുഴലിക്കാറ്റും കൂടി പഠിച്ചു വെച്ചു. 2024 ബംഗാൾ ഓഷ്യനിൽ നടന്നതാണ് എന്ത്? റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. അതിന് പേര് നൽകിയത് നമ്മുടെ ഒമാനാണ് പേര് നൽകിയത്. ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരമാണ്. ഇത് നമ്മുടെ ആൻസർ വരുന്നത് ആലപ്പുഴയിലെ ചെറുതനയാണ്. അതായത് ദേശീയ പുരസ്കാരങ്ങളിൽ 4 പുരസ്കാരമാണ് നമ്മുടെ കേരളം നേടിയത്. 4 പുരസ്കാരം കേരളം നേടി. അതിൽ ചെറുതനെയാണ് എന്ത്? ശിശു സൗഹൃദമായിട്ട് വരുന്നത്. ഇനി സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് വിയ്യപുരം, നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തന്നെ വിയ്യപുരം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മാനം നേടുന്നുണ്ട്. ഇനി അളഗപ്പൻ നഗറിന് എന്താണ് പ്രത്യേകത? അളഗപ്പൻ നഗർ എന്ന് പറഞ്ഞാൽ സൽഭരണ വിഭാഗത്തിൽ അളഗപ്പൻ നഗർ എന്ത് ചെയ്യുന്നുണ്ട്? 3ാം സ്ഥാനം നേടുന്നുണ്ട്. 3ാം സ്ഥാനം. ഇനി അടുത്തത് ഏതായിരുന്നു? നമ്മുടെ പെരുമ്പടപ്പ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് എന്താണ്? ജലപര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് 2ാം സ്ഥാനം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? 4 എണ്ണമാണ്. അത് 4 നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 4 അവാർഡുകളാണ് കേരളം നേടിയത്. അതിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ചെറുതന ആലപ്പുഴ. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സമ്മാനം നേടിയത് ഏതാണ്? വിയ്യപുരം, ആലപ്പുഴ ജില്ലയിൽ തന്നെ വിയ്യപുരമാണ്. ഇനി അളഗപ്പ നഗർ എന്താണ്? സൽഭരണ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടി. പെരുമ്പടപ്പ് എന്താണ്? ജലപര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പെരുമ്പടപ്പ് 2ാം സ്ഥാനം നേടി. അപ്പോൾ ഈ 4 എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്. 4 എണ്ണം പഠിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞരാണ് ഡ്രൂ വെയ്സ്മാൻ ആണ് 2023 നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്തിടെ ചൈനയിലെ കുട്ടികൾ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2 എന്ന് പറയുന്നൊരു വൈറസ് ബാധയാണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? അത് ഹാമിൽട്ടൺ ആണ്. ഇത് കറണ്ട് അഫെയർ അല്ല, പക്ഷേ എടുത്തിട്ട കൂട്ടത്തിൽ അത് വന്നു പോയതാണ്. അപ്പോൾ എന്താണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എവിടെയാണ്? ഹാമിൽട്ടണിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മെഡൽ ലഭിച്ചു? എത്രയാണ്? 107 മെഡലുകളാണ് ഇന്ത്യയിലെ ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചത്. അതായത് 2022 ഹാങ്ഷു ചൈനയിലായിരുന്നു ഈ ഹാങ്ഷു എന്ന് പറയുന്നത്. ഇനി 2026 വേദി എവിടെയാണ്? ഐച്ചി നഗോയ ജപ്പാനിൽ. അതാണ് 2026 വേദി എന്ന് പറയുന്നത്. 2030 വേദി എവിടെയാണ്? 2030 വേദി ദോഹയാണ്, ഖത്തറിലെ ദോഹയിലാണ് 2030. 2034 വേദി എന്ന് പറയുന്നത് റിയാദാണ്, സൗദി അറേബ്യയിലെ റിയാദിലാണ് 2034 വേദി. ഇനി ഈ 107 മെഡലുകൾ എന്ന് പറയുന്നത് ഗോൾഡ് 28, അതേപോലെ സിൽവർ 38, അതേപോലെ ബ്രോൺസ് 41. ഇത് നമ്മൾ പഠിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ഇതേ എക്സാമിന് തന്നെ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ ക്വസ്റ്റ്യൻ ഇത് എത്രയാണെന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഗോൾഡ് 28, സിൽവർ 38, ബ്രോൺസ് 41. ഇത് തന്നെയായിരുന്നു അവർക്ക് നമ്പർ തന്നിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള 45 രാജ്യങ്ങളായിരുന്നു അന്ന് പങ്കെടുത്തത്. 45 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മെഡൽ പട്ടികയിൽ എത്രാമതായിരുന്നു? 4മതായിരുന്നു ഇന്ത്യ വന്നത്. ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തിരുന്നത് നമ്മുടെ അമൂലായിരുന്നു ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തത്. 1ാം സ്ഥാനം വന്നത് ആരായിരുന്നു? 1ാം സ്ഥാനം ചൈനയും, 2ാം സ്ഥാനം ആരായിരുന്നു? ജപ്പാൻ. 3ാം സ്ഥാനം ആർക്കാണ്? ദക്ഷിണ കൊറിയ. 3ാം സ്ഥാനം ദക്ഷിണ കൊറിയ. 4ാം സ്ഥാനമായിരുന്നു നമ്മുടെ ഇന്ത്യക്കുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ജാവലിൻ ത്രോ വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണം ലഭിക്കുന്നുണ്ട്. അതാർക്കാണ്? അന്നു റാണി. ജാവലിൻ ത്രോ എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു പേര് ആരാണ്? നീരജ് ചോപ്രയാണ്. പക്ഷേ ഏഷ്യൻ ഗെയിംസിൽ തന്നെ ചരിത്രത്തിൽ തന്നെ എന്താണ്? നമ്മുടെ ഒരു ഇന്ത്യക്കാരിയായ വനിതയ്ക്ക് ഗോൾഡ് മെഡൽ ലഭിച്ചു. ആരാണത്? അന്നു റാണി. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഉദ്ഘാടന സമയത്ത് പതാക വഹിക്കുന്ന 2 പേരായിരുന്നു. ഒന്ന് ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു. ഹർമൻപ്രീത് സിംഗ് ആരാണ്? നമ്മുടെ ഇന്ത്യയിലെ ഹോക്കി ടീം ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുന്നത് ഹോക്കി ടീം ക്യാപ്റ്റനാണ്. പിന്നെയുള്ളത് ലൗലീന ബോർഗോഹൻ. ഇത് ചോദിച്ചിട്ടുണ്ട്. ലൗലീന ബോർഗോഹൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കായിക മേഖലയാണ്? ബോക്സിംഗ് ആണ്. ഇതാണ് ഉദ്ഘാടന സമയത്ത് പതാക വഹിച്ചവർ. ഇനി അതേസമയം തന്നെ സമാപന സമയത്ത് ആരാണെന്നും നമ്മളത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. നമ്മുടെ PR ശ്രീജേഷ് ആയിരുന്നു സമാപന സമയത്ത് ഏഷ്യൻ ഗെയിംസിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പതാക വഹിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? CEO ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? BVR സുബ്രഹ്മണ്യമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 28, 38, 41 ഇതാണ് ഓർഡർ. ഇത് ഗോൾഡ്, ഇത് സിൽവർ, ഇത് ബ്രോൺസ്. സോ 28, 38, 41 ഓപ്ഷൻ E ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ട, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ അവർ തന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തഋഷി എന്താണ്? 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സപ്തഋഷി എന്ന് പറയുന്നത്. ആ യൂണിയൻ ബജറ്റ് അറിയപ്പെട്ട പേരെന്താണ്? അമൃത് കാൽ എന്നാണ്. ആ യൂണിയൻ ബജറ്റിന് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതിൽ ദൈർഘ്യം കുറഞ്ഞ 87 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 87 മിനിറ്റ് ദൈർഘ്യം കുറഞ്ഞ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചാൽ ദൈർഘ്യം കുറഞ്ഞ ബജറ്റായിരുന്നു എന്താ 2023-24 ബജറ്റ്. അതേപോലെ ഡിജിറ്റൽ ബോർഡിൽ അവതരിപ്പിച്ച 3ാമത്തെ ബജറ്റായിരുന്നു ഡിജിറ്റൽ മോഡിൽ അവതരിപ്പിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു 7 പ്രയോറിറ്റീസ് പറയുന്നുണ്ട്. 7 പ്രയോറിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? സപ്തഋഷി എന്ന് പറയുന്നത്. 7 എണ്ണം കൊടുക്കുന്നുണ്ട്. അതായത് ഒന്നെന്താണ്? ഉൾക്കൊള്ളുന്ന വികസനം. ഇതിൻ്റെ മലയാളീകരിച്ച് വരുമ്പോൾ
ഉൾക്കൊള്ളുന്ന വികസനം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. നെക്സ്റ്റ് എന്താണ്? അവസാന മൈലിലെത്തുക, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ സ്റ്റോൺ, അങ്ങനെ എന്തോ ആയിരുന്നു, അവസാന മൈലിലെത്തുന്നു. പിന്നെന്താണ്? അൺലീഷിങ് പൊട്ടൻഷ്യൽ, അൺലീഷിങ് പൊട്ടൻഷ്യൽ. പിന്നെയുള്ളത് നാലാമത്തതാണ് അടിസ്ഥാന സൗകര്യം, അടിസ്ഥാന സൗകര്യ നിക്ഷേപം. ഇതാണ് നാലാമത്തത്. ഇനി അഞ്ചാമത്തതെന്ന് പറയുന്നത് ഗ്രീൻ ഗ്രോത്ത് ആണ്, ഗ്രീൻ ഗ്രോത്ത്. ആറാമത്തത് യുവശക്തി, യുവശക്തി ആറാമത്തത്. ഏഴാമത്തത് സാമ്പത്തിക മേഖല. ഇങ്ങനെ 7 ഇതിനാണ് 2023-24 ബജറ്റ് പ്രയോറിറ്റീസ് കൊടുത്തത്. ഉൾക്കൊള്ളുന്ന വികസനം, അവസാന മൈലിലെത്തുന്നു, അടിസ്ഥാന സൗകര്യ നിക്ഷേപം, അൺലീഷിങ് പൊട്ടൻഷ്യൽ, ഗ്രീൻ ഗ്രോത്ത്, പിന്നെന്തായിരുന്നു, യുവശക്തി, സാമ്പത്തിക മേഖല. ഇങ്ങനെ 7 എണ്ണത്തിനാണ്. അതിനെയാണ് നമ്മൾ സപ്തഋഷി എന്ന് പറയുന്നത്. അതിനാണ് 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസ്സാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരുന്ന പേര്. ഇത് തിരിച്ചും മറിച്ചും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് നാരി ശക്തി വന്ദൻ അധിനിയമാണ്. ഇപ്പം നിങ്ങൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് തന്നെ എന്താണ്, എത്രാമത്തെ ഭേദഗതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്നുണ്ടൊരു ക്വസ്റ്റ്യൻ, എത്രാമത്തെ ബില്ലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 128ാം ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്, ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 106 ഭേദഗതിയായിരുന്നു. അതായത് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ്. പിന്നെ നമ്മുടെ ദ്രൗപദി മുർമു, നമ്മുടെ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ആദ്യമായിട്ട് സൈൻ ചെയ്യുന്ന ബില്ല് ഏതാണ്? അത് ഈ നാരി ശക്തി വന്ദൻ അധിനിയമാണ്. അതായത് ഈ വനിതാ സംവരണ ബില്ല് ഒരു 81ാം ഭേദഗതിയായിട്ട് 1996 കൊണ്ടുവന്നിരുന്നു. ആരുടെ? HD ദേവഗൗഡ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചില്ല, അത് പാസ്സായില്ല. പിന്നെ അതൊരു പാർലമെൻ്ററി സമിതിക്ക് കൊടുക്കുന്നുണ്ട്. പാർലമെൻ്ററി സമിതിക്ക് കൊടുക്കുമ്പോൾ ആ ബില്ല് അതിൻ്റെ അധ്യക്ഷയായിരുന്ന ഗീതാ മുഖർജി, ആരാണ്? ഗീതാ മുഖർജിയാണ്. അതായത് ഈ ബില്ല് കൊണ്ടുവന്നിട്ട് അത് പാസ്സാവാതെ വന്നപ്പോഴേക്കും അതൊരു സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൊടുക്കും. ആ കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് ഗീതാ മുഖർജി. അപ്പോൾ ഗീതാ മുഖർജിയാണ് ഈ വനിതാ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. വനിതാ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗീതാ മുഖർജിയാണ്. അപ്പോൾ അന്നും എന്ത് ചെയ്തില്ല, ഇത് പാസ്സായില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആരായിരുന്നു? ഇപ്പോഴത്തെ നമ്മുടെ ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് നമ്മുടെ നിയമമന്ത്രിയായിരുന്ന അർജുൻ രാം മേഘ്വാൾ. അദ്ദേഹം ആരാണ്? നമ്മുടെ നിയമമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇത് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത്. ഇത് ലോക്സഭ പാസ്സാക്കിയതെന്നാണ്? ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കിയത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ലോക്സഭ പാസ്സാക്കിയതെന്ന്, രാജ്യസഭ പാസ്സാക്കിയതെന്ന്, അതേപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ്? അത് 2023 സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രസിഡന്റ് ഇത് ഒപ്പുവെക്കുന്നത് 2023 സെപ്റ്റംബർ 28 ഇത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്താണ്, നാരി ശക്തി വന്ദൻ അധിനിയമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സാണ് പറഞ്ഞത്, പഠിച്ചു വയ്ക്കുക. ആ ഒരു ടോപ്പിക്കിൻ്റെ നോട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ നല്ല അന്ന് വൃത്തിക്കൊന്ന് പഠിച്ചു വയ്ക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് കിട്ടാനുള്ളൊരു വകുപ്പ് അതിൻ്റെ അകത്തുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അഥവാ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണെന്ത്? സ്നേഹപൂർവ്വം. കണ്ടോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ്. സെയിം കാര്യം തന്നെയാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി എന്താ സ്നേഹ സാന്ത്വനം എന്താണ്? അതായത് കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സാമ്പത്തിക സഹായമാണ് എന്ത്? സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. താലോലം അറിയാമല്ലോ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ അത് സൗജന്യ ചികിത്സയാണ് താലോലം എന്ന് പറയുന്നത്. സ്നേഹസ്പർശം എന്ന് പറയുന്ന അവിവാഹിതരായ അമ്മമാർക്കുള്ള ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് സ്നേഹസ്പർശം, അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? സ്പെക്ട്രം എന്ന് പറയുന്നത് ഓട്ടിസം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താണ് ജീവനം എന്ന് പറഞ്ഞാൽ
കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ആശ്രിതർക്കുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഗുരുതരമായ പരിക്കുകളൊക്കെ പറ്റി അവരുടെ ആശ്രിതർക്ക് എന്താണ് ഒരു മുന്നോട്ടൊരു ജീവനമാർഗം ഇല്ലാതാവുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു എന്ത് ജീവനം എന്ന് പറയുന്നത്. എന്താണ് ശരണ്യ എന്ന് പറയുന്നത് എന്താണ്? അതായത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് അതായത് തൊഴിൽരഹിതരായ വിധവകൾ, അതായത് 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാർ, അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിധവകൾക്ക് അവർക്ക് പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. സ്നേഹപൂർവ്വം നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് മാതാപിതാക്കൾ ഒരാൾ മരിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഒരു സാമ്പത്തിക സഹായമാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്ക് ഏതാണ്? സ്പെക്ട്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. 2023 ഓഗസ്റ്റ് 5 ഇത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിച്ചത്. ഇതും ശരിയാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ഇത് ലാൻഡ് ചെയ്യുന്നത്. ഇതും ശരിയാണ്. സോ ഓപ്ഷൻ എ എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഇതിൽ നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോയിൽ ചന്ദ്രയാൻ 3നെ പറ്റി കുറേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രയാൻ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എല്ലാ പരീക്ഷകളിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രയാൻ 3. ഓഗസ്റ്റ് 23 എന്താണ്? ദേശീയ ബഹിരാകാശ ദിനമാണ്. ഈ ചന്ദ്രയാൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിനെ ഒരു ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് എന്ത്? സോർസൻ 2023 വന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഹീരാലാൽ സമരിയാണ്. പഠിച്ചു വെച്ചോ, ഹീരാലാൽ സമരിയ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നമുക്കറിയാം DY ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. അതേപോലെ തന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അരുൺ കുമാർ മിശ്ര. ഇനി ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? വനിതാ കമ്മീഷൻ രേഖാ ശർമ്മയാണ്. അതായത് രണ്ടാമത്തെ തവണയാണ് രേഖാ ശർമ്മ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാകുന്നത്. ആദ്യമായിട്ട് വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായത് ആരാണ്? അത് ഗിരിജ വ്യാസാണ്. ആദ്യമായിട്ടല്ല, 2 തവണ അധ്യക്ഷയായത് ഗിരിജ വ്യാസാണ്. രണ്ടാമതായിട്ട് 2 തവണ അധ്യക്ഷയായ വ്യക്തിയാണ് ആര്? രേഖാ ശർമ്മ എന്ന് പറയുന്നത്. ഇനി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ. ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷണറാണ്. പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് ഹൻസ്രാജ് ഗംഗാറാം ആഹിർ. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്ര, വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 രസതന്ത്രൻ നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. അപ്പം നോബൽ പ്രൈസ് നമുക്കൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് പറയാവുന്നതാണ്. നോബൽ പ്രൈസ് നമ്മൾ പറഞ്ഞു G20, അതേപോലെ ചന്ദ്രയാൻ, ഇതൊക്കെ ഓരോ ഹോട്ട് ടോപ്പിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇതാണ് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ്. അത് പേര് കണ്ടപ്പോൾ അത് എന്താണെന്ന് കാണാനായിട്ട് എനിക്കൊരു മോഹം തോന്നി, അപ്പം ഞാൻ ഇട്ടതാണ് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ്. അത് ഉത്തരാഖണ്ഡിലാണ്. അതാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. അതും കൂടി പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെയും അതേപോലെ തന്നെ ഏഷ്യാസ് ലാർജസ്റ്റും കൂടിയാണ് ഈ തന്നിരിക്കുന്ന സാധനം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണേത്? ഫിൻലാൻഡ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത
ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിൻ്റെ ലക്ഷ്യമാണ്. ഏതാണ്? ലൈഫ് മിഷൻ പദ്ധതി. ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമാണ് കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും എന്ത് ചെയ്യുന്നുണ്ട്? മാന്യമായ പാർപ്പിടം ഒരുക്കുക എന്നുള്ളത്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആണ്, എപ്പോഴും ചോദിക്കുന്നുണ്ട്. 2023 സെപ്റ്റംബർ 28 അത് ലോകസഭ പാസ്സാക്കിയതാണ്. 2023 സെപ്റ്റംബർ 20 രാജ്യസഭ പാസ്സാക്കിയതാണ്. 2023 സെപ്റ്റംബർ 21 ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചതാണ്. 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലെ സുരക്ഷാ ചുമതല? അത് CISFനാണ്. CISF 52/2024 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്നത്. നവജീവൻ. ശരണ്യ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അത് തൊഴിൽ രഹിത പലിശയൊന്നും ഇല്ലാത്തൊരു വായ്പാ പദ്ധതിയാണ് ശരണ്യ പദ്ധതി എന്ന് പറയുന്നത്. ഇനി ആശ്വാസനിധി എന്താണ്? അതായത് ലൈംഗിക പീഡനവും ഗാർഹിക പീഡനം പോലെയുള്ള അതിക്രമങ്ങൾക്ക് അതിജീവിച്ചവർക്കുള്ള ഒരു സാമ്പത്തിക സഹായമാണ് ലൈംഗിക പീഡനം. അതേപോലെ ഗാർഹിക പീഡനമൊക്കെ അതിജീവിച്ചവർക്കുള്ള ഒരു സഹായനിധിയാണ് ആശ്വാസനിധി എന്ന് പറയുന്നത്. ഇനി സാന്ത്വനം എന്താണ്? അത് പൊതുജനങ്ങൾക്കിടയിലെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീടുകളിലൊക്കെ എത്തി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തൊഴിൽ ആകുന്നുണ്ട് സ്ത്രീകൾക്കൊരു അതാണ് സാന്ത്വനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ പറയുന്നൊരു പദ്ധതിയാണ് സാന്ത്വനം. പറഞ്ഞതുകൊണ്ടാണ് സാന്ത്വന ഉണ്ട്. സാന്ത്വന, ഇത് സാന്ത്വനമാണ്. സാന്ത്വന എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രവാസികർക്ക് വേണ്ടിയാണ്, തിരികെ എത്തിയ പ്രവാസികൾക്ക് വേണ്ടിയുള്ള നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന ഒരു ദുരിതാശ്വാസ പദ്ധതിയാണ് സാന്ത്വന. പ്രവാസികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സാന്ത്വന. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? എത്ര രൂപയാണ്? 22 രൂപ വർദ്ധിപ്പിച്ചു. അത് എത്രയാക്കി മാറി? 333 മാറ്റി. ഇപ്പം നമ്മൾ പുതിയ കണക്ക് പ്രകാരം 2024 ഏപ്രിൽ 1 മുതൽ വീണ്ടും 13 രൂപ കൂട്ടി അത് എത്രയാക്കി മാറ്റി? 346 മാറ്റിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? അത് പ്രഭാവർമ്മയ്ക്കാണ്. 15 ലക്ഷം രൂപയാണ് സരസ്വതി സമ്മാൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. പ്രഭാവർമ്മയുടെ രൗദ്രം സ്വാത്തികം എന്ന പുസ്തകത്തിനാണ് ലഭിക്കുന്നത്? സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 2024 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം 2024 ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഹിമപ്പുലി. ആ ഹിമപ്പുലിക്കൊരു പേരുണ്ട്, ഷീൻ ഈ ഷീ എന്നുള്ളത്. ഷീൻ ഈ ഷീ എന്നുള്ളതാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. കാര്യം ഇതൊക്കെ മാറാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോകുക. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർമാൻ എന്ന് പറയുന്നത് BS മാവോജിയാണ്. ഇനി കേരളത്തിലെ മുഖ്യ വിവരാവകാശ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. സഞ്ജയ് കൗൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഷാജഹാനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 7ാമത്തെ വ്യക്തിയാണെന്ന് തോന്നുന്നു. 7ാമത്തെ വ്യക്തിയാണ് ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആര്? സഞ്ജയ് കൗൾ എന്ന് പറയുന്നത്. അതായത് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ന് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെ ദേശീയതയായിട്ട് പ്രതിനിധീകരിച്ച ഒരാളുണ്ടാകും. അതാണ് സഞ്ജയ് കൗൾ. നമ്മുടെ സംസ്ഥാന നിയമസഭയോടൊക്കെ ചോദിച്ചിട്ടായിരിക്കും ഇവരെ നിയമിക്കുന്നത്. അതാണ് സഞ്ജയ് കൗൾ എന്ന് പറയുന്നത്. ഇനി യുവജന കമ്മീഷൻ ആരാണ്? M ഷാജറാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആരാണ്? U ഷറഫ് അലിയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. U ഷറഫ് അലി. സാഹിത്യ അക്കാദമി K സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. അതേപോലെ തന്നെ ലളിതകലാ അക്കാദമി ആരാണ്? മുരളി ചീരോത്താണ്. ഇനി നമ്മുടെ എന്താ പറയാനുള്ളത്? മനുഷ്യാവകാശ കമ്മീഷൻ, കേരള മനുഷ്യാവകാശ കമ്മീഷനാണ് S മണികുമാർ.
അതേപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വിശ്വാസ് മേത്ത. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കാര്യം എപ്പോഴും മാറ്റങ്ങൾ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. 1971 ഫെബ്രുവരി 2 റംസാർ കൺവെൻഷൻ പ്രകാരമാണ് അതിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. 1997 മുതലാണ് തണ്ണീർത്തട ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇത് ആചരിച്ചു തുടങ്ങിയത്. 2024 പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ്. നോക്കിക്കേ, 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2023 എന്താണ്? തണ്ണീർത്തടത്തിൻ്റെ പുനഃസ്ഥാപനം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും, 2023 തണ്ണീർത്തട പുനഃസ്ഥാപിക്കാനുള്ള സമയം, 2022 എന്താണ്? മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 80ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്നാണ് ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത്? അത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. അതായത് 2023 പ്രമേയം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. ഇതാണ് 2023 പ്രമേയം, എല്ലാവർക്കും ആരോഗ്യം. ഈ 23 ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം അത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 രൂപം കൊണ്ടതിൻ്റെ 75ാം വാർഷികമായിരുന്നു 2023. ആ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചോദിക്കുക, ലോകാരോഗ്യ ദിനം ആചരിക്കാൻ തുടങ്ങിയതിൻ്റെ 75ാം വാർഷിക ദിനത്തിൻ്റെ പ്രമേയം എന്ത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് അറിയണം. അത് 2023 1948 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തുടങ്ങിയതെന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ 80 ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫെയർ സീരീസിൽ 80 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്